അമ്മയ്ക്കും 4 മക്കളുണ്ടായിരുന്നു. പുലിക്കുട്ടന്മാരെ പോലുള്ള 4 മക്കൾ. സ്നേഹവാത്സല്യത്തോടെ എന്ന് നോക്കി ഞങ്ങൾ അവരെ വളർത്തി. ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരുമാക്കി. മൂത്ത മകൻ അപ്പച്ചൻകുട്ടി, രണ്ടാമത്തെ മകൻ വർഗീസുട്ടി, മൂന്നാമൻ ജോസൂട്ടി, 4ാമത്തെ മകൻ ദൈവവിളി കേട്ട് പോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വഞ്ചിയിലുമായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു കുടിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. മാതാപിതാക്കളുടെ സ്വത്ത് വരും. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഒരിക്കൽ സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നതുകൊണ്ട് ഒരു തീരുമാനമാകില്ല. എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ വിളിക്കോളുന്നു. ഞങ്ങളും അതിന് തന്നെയാണ് വന്നേക്കണത്. ഞങ്ങളും അത് തന്നെയല്ലേ ഉള്ളത്. നിങ്ങൾ 3 പേരുണ്ടല്ലോ, 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കിയാൽ പ്രശ്നം തീർന്നില്ലേ? ശരി, സമ്മതിച്ചു. വാ അപ്പച്ച, അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോ. എന്ത് വേണം? പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ? അവിടെ ഇല്ലോട്ട് പോയി അടങ്ങി വന്നിരിക്കപ്പ. ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ച് ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കനും മുതുക്കിയും ഉണ്ണിക്കാക്കും തിരിക്കണ. അകത്തോട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയൽ കാണണം. എന്തോ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ചവരാണ് ഞാൻ. നിന്റെയും ജീവിതത്തിനിടയിൽ നക്ഷത്രങ്ങളായി പേരിൽ നന്മകളായിരുന്നു നമ്മുടെ പൊന്നമകൾ. ആ മക്കള് ആദ്യത്തെ കാലം വന്നപ്പോ ഒരു കാലം തൊടുകയാ, മുഖത്ത് കാലം തൊട്ടുകയാ. ഒന്ന് വിളിച്ചു ഓടിക്കാൻ ഭാര്യയും ഭർത്താവും പണിക്കിട്ട കഥ. മക്കളെ കണ്ടും മമ്പു കണ്ടും കുറയ്ക്കരുതെന്ന കാരണവന്മാര് പറയണത്. എന്റെ കയ്യിൽ മക്കൾ പിടിച്ചു. ജീവിതാന്തം വരെ 3 പടിയായി താനും തലയുമായി ഞാനും പറഞ്ഞുകൂടെ. 4 മക്കൾ കണ്ണുകൾ ചോദിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വയ്യടി. വേഗം നടന്നോടി, വേഗം നടന്നോ. സൂര്യന്റെ ദുഃഖം വിട പറയുമ്പോ അറിയുമ്പോ കാര്യമെന്താണെന്ന് ഞാൻ ചന്തയോട് പറഞ്ഞിട്ട് വേണോ? ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും. ഡേർട്ടി ഫെല്ലോസ്. മോളെ, അപ്പന് മാറാരോഗമൊന്നുമില്ല. സാധാരണ ചുമയാ, അത് മാറിക്കൊള്ളും. മാറിക്കോളും. കുഴിയിൽ വെക്കണം.
കേൾപ്പോ എന്തിനാണ് ഫ്രണ്ട്സ് വരുന്നത്? അവർ കാണാൻ കേൾപ്പോ. എന്താടാ ഞങ്ങളെ അവര് കണ്ട കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവർ വലിയ ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിനക്കത് മറുപടി പറയാൻ പറ്റൂല. അവരെന്താണ് മനുഷ്യന്മാരല്ലേ, അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ? ഓ ഇതാ കുഴപ്പം. വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് അപ്പ ഒന്ന് അടുത്തേക്ക് കേൾപ്പോ. ആരാ പോയത്? അപ്പനമ്മയോ? അല്ലല്ല, അത് ഇവിടുത്തെ സർവന്റിന്റെ അപ്പനമ്മയല്ലേ. എന്റെ ഡാഡി മമ്മി അമേരിക്കയിലാ. ദ്രോഹി, സ്വന്തം അപ്പനെയും അമ്മയും ജീവനോടെ കലറിലടക്കം കൊതി കൊണ്ട് നിൽക്കുന്ന മൃഗമേ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ഇത് കണ്ടോ നീ? ഈ നെഞ്ചിന്റെ കോണിൽ മാറ്റാനാവാത്ത വിധം കോറിയിട്ടൊരു സത്യ. നീയൊക്കെ ജനിച്ചു വീണ അന്ന് തൊട്ട് ഇന്നുവരെ നിങ്ങൾക്ക് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി നിന്ന് നിർബന്ധിക്കൊണ്ടിട്ടുണ്ട്. ഇത് കണ്ടോടാ നിന്റെ ഏറ്റത്തണ്ട. ഈ കണ്ണൂർ കൊടുക്കുന്നത് കണ്ണീരല്ല, ചോരയാ ചോര. 10 മാസം ചുമന്നൊന്നു പറ്റി വഴുത്തിടാനല്ലോടാ മകളെ നീ ചവിട്ടിയത്. ഇനി ഞങ്ങളിവിടെ നിന്ന് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ എന്താ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ആരെയും അറിയാമോ? വാ ഓടാൻ നമുക്ക്. വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്പച്ചനമ്മക്ക് ഈ ചായ എന്ത് പറ്റിയെന്തോ ഇന്ന് ആരെയും കണ്ടില്ല. ഞങ്ങള് രാവിലെ മുതലേ പള്ളിമുറ്റത്തിരിക്കണതാ. ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരെ ഒന്ന് പോയി. ഉച്ചയ്ക്ക് വരെ കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ കുട്ടിയാണ്. നിങ്ങൾ എല്ലാവരും എല്ലാം സമ്മതിച്ചു പോയതല്ലേ? എന്നിട്ടല്ല അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത കുട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലെ കുടിക്കാതിരുന്നത്. ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം കൃത്യമായി നോക്കിയതാണ്. ഇന്ന് എന്റെ ദിവസമല്ല. ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം നോക്കി. ഇന്ന് എന്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങൾ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ടാത്ത അനാഥരാണ്. അപ്പനെയും അമ്മയെയും 10 ദിവസം നോക്കാൻ വിധിച്ചപ്പോ ഈ 31-ാം തീയതി മറന്നു. കഷ്ടം. നീ വിഷമിക്കണ്ട മോനെ. ഞങ്ങളെല്ലാം അനാഥത്തിലൊക്കെ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ചന്റെ അമ്മച്ചിക്ക് കണ്ണീരിന്റെ വില? ഒരിക്കലും നിങ്ങൾ ഈ കണ്ണീരിന്റെ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾ പ്രായമാണ്, എന്നിങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തോമസ് കുട്ടി, അവരെ വഴക്കം വേണ്ട. അവരുടെ മനസ്സ് വിഷമിക്കും. വാ നമുക്ക് പോകാം. അപ്പച്ചനപ്പച്ചി അനാഥാലയത്തിലൊന്നും പോകണ്ട, എന്റെ വീട്ടിലേക്ക് പോയി. എന്തിന്? നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാൻ? അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാൻ? അത് കിട്ടിയത് പോലെ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞെക്കാൻ വളർത്തുമൃഗത്തോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും കാണിക്കാനില്ലേ നിങ്ങൾക്ക് വരും? വേണ്ട മോനെ, വേണ്ട, ഒന്നും പറയണ്ട. ഇവിടെ കൂടെ ഞങ്ങളെ വിടല്ലേ. എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്നൊരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാന്തയിൽ കിടന്ന് നടുന്നു, ശിക്ഷയും കിട്ടും. വേണ്ട മോനെ വേണ്ട. കേസ് കൊടുത്തു വരേണ്ടതല്ല, ഈ സ്നേഹവും സംരക്ഷണവും ഈ തിരിച്ചറിവ് എന്റെ സഹോദരന്മാർക്ക് ഇല്ലാതെ പോലും ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത്.